ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ക്ലാസ് 9ൽ CBSE ക്ലാസ് 9ൽ ചാപ്റ്റർ 4 ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.2ലെ ക്വസ്റ്റ്യൻസുകളാണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസുകളും CBSE ക്ലാസ് 9 എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ചെക്ക് ദാറ്റ് എക്സസൈസ് 4.2 എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 4.2ലെ ക്വസ്റ്റ്യൻസുകളാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ട്രൂ ആൻഡ് വൈ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ, ശരിയായിട്ടുള്ള ഓപ്ഷൻ, എന്തുകൊണ്ട്? അതായത് y ഈക്വൽ ടു 3x plus 5 ഹാസ് എ യുണീക് സൊല്യൂഷൻ, ഓൺലി 2 സൊല്യൂഷൻ ആൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇറ്റ്സ് റെപ്രസെന്റ് എ ലൈൻ. ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആണത്. നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. ആൻഡ് ആ ലൈനിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് പോയിന്റ്സ് ഓൺ ദ ലൈൻ. അല്ലെങ്കിൽ നമ്മൾ വൈക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഗീവ് ദാറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സിന് ഞാൻ 0 കൊടുക്കുമ്പോൾ വൈ നമുക്ക് എന്ത് കിട്ടും? 3 into 0, 0 plus 5, 5. ഇനി എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ 3 into 1, 3, 3 plus 5, 8. ദെൻ 3ക്ക് ഞാൻ 2 കൊടുക്കുമ്പോൾ 3 into 2, 6, 6 plus 5, 11. എക്സിന് ഞാൻ 3 കൊടുക്കുമ്പോൾ 3 into 3, 9, 9 plus 5, 14. എക്സിന് ഞാൻ 10 കൊടുക്കുമ്പോൾ 3 into 10, 30, 30 plus 3. എക്സിന് ഞാൻ 10 കൊടുക്കുമ്പോൾ 3 into 10, 30, 30 plus 5, 35. ഇനി എക്സിന് ഞാൻ -1 കൊടുക്കുമ്പോൾ 3 into -1, -1 ആൻഡ് -1 plus 5, 4. എക്സിന് ഞാൻ -10 കൊടുക്കുമ്പോൾ -10 into 3, -30, -30 plus 5, -25. കണ്ടോ, ഒരുപാട് സൊല്യൂഷൻസുകളുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ബിക്കോസ് ഇറ്റ്സ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ന. ഓക്കെ, then second question, write 4 solutions for each of the following equations. താഴെ തന്നിരിക്കുന്നതിൽ ഇക്വേഷൻസിന് 4 സൊല്യൂഷൻസ് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. പല രീതികളിൽ നമുക്ക് സൊല്യൂഷൻ ചെയ്ത്. അപ്പം ഞാനിവിടെ ഒരുപാട് നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരുപാട് സൊല്യൂഷൻ ചെയ്തില്ലേ. എക്സിന് 1 കൊടുക്കുക, എക്സിന് 2 കൊടുക്കുക, എക്സിന് 3 കൊടുക്കുക, എക്സിന് 4 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക, അല്ലെങ്കിൽ വൈക്ക് 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ 4 നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ 2x plus y equal to 7. ആദ്യം ഞാൻ എക്സിന് 0 കൊടുത്തു. അപ്പോൾ എങ്ങനെ വരും? 2 into 0 plus y is equal to 7. 2 into 0, 0 ആണ്. സോ 0 plus y equal to 7. സോ y equal to 7. ഫസ്റ്റത്തെ സൊല്യൂഷൻ ആയി 0, 7. രണ്ടാമത് എക്സിന് 1 കൊടുത്തു. ദെൻ 2 into 1, 2 plus y is equal to 7. സോ 2 plus y is equal to 7. അതിൽ നിന്ന് y equal to ഈ 2 അപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? 7 minus 2 ആവും. സോ ദാറ്റ് ഈസ് 5. അടുത്ത സൊല്യൂഷനുമായി. ഓക്കെ, ഞാൻ അടുത്ത എക്സിന് 2 കൊടുത്തു. 2 into 2, 4 ആണ്. 2 into 2, 4 ആണ്. 4 plus y equal to 7 കിട്ടും. ഇനി ഈ 4 അപ്പുറത്ത് കൊണ്ടുവരാം. സോ 7 minus 4 is equal to 3 കിട്ടും. അടുത്ത സൊല്യൂഷനുമായി. ഓക്കെ, ഇപ്പൊ എത്രനായി? 0, 7 ഒരു സൊല്യൂഷനായി, 1, 5 ഒരു സൊല്യൂഷനായി, 2, 3 ഒരു സൊല്യൂഷനായി. ഇനി ഒരെണ്ണം കൂടി വേണ്ടേ? എക്സിന് 3 കൊടുത്തു. സോ 2 into 3 plus y is equal to 7. 2 into 3, 6 ആണ്. സോ 6 plus y equal to 7. 6 അപ്പുറം കൊണ്ടുവരാം. സോ 7 minus 6 is equal to 1. 4 സൊല്യൂഷൻ ആയില്ലേ? യെസ്, ഇതാണ് ആ 4 സൊല്യൂഷൻസ്. 0, 7, 1, 5, 2, 3, 3, 1. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ pi x plus y is equal to 9. എക്സിന് 0 കൊടുത്തു. സോ പൈ ഇൻറ്റു 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. സോ പൈ ഇൻറ്റു 0 എന്താ? 0നെ നമ്മൾ ഏതൊരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആണ്. സോ 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9 ആൻഡ് ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു 9. അടുത്ത് എക്സിന് 1 കൊടുത്തു. സോ പൈ ഇൻറ്റു 1 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. പൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പൈ ആണ്. സോ പൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. ഈ പൈനപ്പുറം കൊണ്ടുവരാം. പൈ ആയിട്ട് തന്നെ കടന്നോട്ടോ കേട്ടോ. സോ 9 മൈനസ് പൈ എന്ന് കിട്ടും. ദെൻ എക്സിന് 2 കൊടുത്തു. സോ പൈ ഇൻറ്റു 2 plus y is equal to 9. So 2 pi എന്ന് കിട്ടും. Then 2 pi ഇപ്പുറം വരുമ്പോൾ എന്താവും?
minus 2 pi now. 9 minus 2 pi now. Okay. Then x in 3 കൊടുത്തു. So pi into 3 plus y is equal to 9. So pi into 3, 3 pi. ഇനി 3 pi ഇപ്പുറം വരുമ്പോൾ എന്താവും? 9 minus 3 pi now. Okay. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻസ്. 0 9, 1 9 minus pi, 2 9 minus 2 pi, 3 9 minus 3 pi. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Then third one x equal to 4y എന്നാണ്. ഇവിടെ നമ്മൾ yക്ക് വാല്യൂ എടുത്താൽ മതി ഓരോന്നും കേട്ടോ. yക്ക് 0 കൊടുക്കുമ്പോൾ 4 into 0 0 ആണോ. ഇനി yക്ക് 1 കൊടുക്കുക, അപ്പോൾ 4 into 1 4. ഇനി yക്ക് 2 കൊടുക്കുക, അപ്പോൾ 4 into 2 8. Then yക്ക് 3 കൊടുക്കുക, 4 into 3 12. സൊല്യൂഷൻസ് ആയില്ലേ? 0 0 4 1 8 2 12 3. ഓക്കെ ഓക്കെ. ആദ്യം എക്സ് എഴുതണം കേട്ടോ. സൊല്യൂഷൻ എഴുതുമ്പോൾ ആദ്യം എക്സ് എഴുതണം. Then അടുത്ത് check which of the following are solution of the equation x minus 2y is equal to 4 and which are not. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് x minus 2y is equal to 4 എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ? സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ആ സൊല്യൂഷൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ നോട്ട് എ സൊല്യൂഷൻ. ആദ്യം ഞാൻ 0 2 കൊടുക്കുകയാണ്. അപ്പോൾ x 0യും y 2 ആണ് കേട്ടോ. x 0യും y 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2y എന്നാണ് നമ്മളുടെ ഇക്വേഷൻ, ഈക്വൽ ടു 4. എക്സിന് 0യും കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക. അപ്പോൾ 0 മൈനസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 എന്ന് വരും. മൈനസ് 2 ഇൻറ്റു 2 എത്രയാണ്? മൈനസ് 4 ആണ് അല്ലേ. സോ 0 മൈനസ് 4 നോട്ട് ഈക്വൽ ടു 4 ആണ്. സോ ഇത് സൊല്യൂഷൻ അല്ല. ദെൻ സെക്കൻഡ് വൺ 0 2 ഈസ് നോട്ട് എ സൊല്യൂഷൻ. ദെൻ 2 0. എക്സിന് 2ഉം വൈക്ക് 0 കേട്ടോ. അപ്പോൾ എക്സിന് 2ഉം കൊടുക്കുക, വൈക്ക് 0യും കൊടുക്കുക. നോക്കിയ മക്കളെ, 2 ഇൻറ്റു 0 എന്താ? 0. അപ്പോൾ 2 മൈനസ് 0 എന്ന് വരും. എന്താ 2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 അതാ അവിടേക്കാണ് പോയത്, സോറി. അപ്പോൾ 2 നോട്ട് ഈക്വൽ ടു 4 എന്ന് കിട്ടും. 2 4 ഈക്വൽ അല്ലല്ലോ. അപ്പോൾ അതും സൊല്യൂഷൻ അല്ല. ഓക്കെ. ഇനി മൂന്നാമത്തത് 4 0 ആണ്. ഇക്വേഷനിൽ കൊടുക്കുക, എക്സിന് 4ഉം കൊടുക്കുക, വൈക്ക് 0യും കൊടുക്കുക. അപ്പോൾ 4 മൈനസ് 2 ഇൻറ്റു 0 എന്താ? 2 ഇൻറ്റു 0 0. സോ 4 മൈനസ് 0 എത്രയാണ്? 4 ആണ്. 4 ഈക്വൽ ടു 4. അപ്പോൾ 4 0 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ഇസ് എ സൊല്യൂഷൻ. അടുത്തത് √2 4 √2 ആണ്. എക്സിന് √2ഉം വൈക്ക് 4 √2ഉം കൊടുക്കുക. അതാ എക്സിന് √2 കൊടുത്തു. √2 മൈനസ് 2 ഇൻറ്റു 4 √2. 2 ഇൻറ്റു 4 √2 എത്രയാണ്? 2 ഇൻറ്റു 4 8 ആണ്. സോ മൈനസ് 8 √2 ഉണ്ടോ? ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 4. ഇത് 4ന് ഈക്വൽ ആണോ? അല്ല. ഓക്കെ. 2 √2 8 √2 പോയാലും മൈനസ് 7 √2 ആണ്. നോട്ട് ഈക്വൽ ടു 4. അപ്പോൾ അതും സൊല്യൂഷൻ അല്ല. ദെൻ ലാസ്റ്റ് വൺ 1 1 ആണ് ചെക്ക് ചെയ്യാനുള്ളത്. എക്സിന് 1 കൊടുക്കുക, വൈക്കും 1 കൊടുക്കുക. 1 മൈനസ് 2 ഇൻറ്റു 1. വാട്ട് ഈസ് മൈനസ് 2 ഇൻറ്റു 1? മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 4. ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. അപ്പോൾ ആരാണ് സൊല്യൂഷൻ? 4 0 ആണ് ഇതിൽ സൊല്യൂഷൻ വരുന്നത്. 4 0 ആണ് ഇതിൽ സൊല്യൂഷൻ വരുന്നത്. ബാക്കിയൊന്നും എന്തല്ല? സൊല്യൂഷൻസ് അല്ല. ഓക്കെ. വിച്ച് ആർ സൊല്യൂഷൻ ആൻഡ് വിച്ച് ആർ നോട്ട് എ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മൂന്നാമത്തെ മാത്രമേ ഇതിൽ എന്തായിട്ടുള്ളൂ? സൊല്യൂഷൻ ആയിട്ടുള്ളൂ. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക. ഫസ്റ്റത്തെ നമ്പർ എക്സ് ആണ്, രണ്ടാമത്തെ നമ്പർ വൈ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷൻ ആണ്, ഇല്ലെങ്കിൽ സൊല്യൂഷൻ അല്ല. The last one, find the value of k if x equal to 2, y equal to 1 is a solution of the equation 2x plus 3y equal to k. ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സിന് 2ഉം വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് കെയുടെ വാല്യൂ. സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ആ സൊല്യൂഷൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? അല്ലേ? സോ 2x plus 3y is equal to k എന്നാണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. സോ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. സോ 2x, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2. ഓക്കെ. ദെൻ പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കണം. സോ 3 ഇൻറ്റു 3y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു y ആണ്. സോ 3 ഇൻറ്റു 1 is equal to k. സോ 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. 3 ഇൻറ്റു 1 എത്രയാണ്? 3 ആണ്. സോ 4 പ്ലസ് 3 is equal to എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്? 7 ആണ്. ഇങ്ങനെയാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് 1 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ 1 മാർക്കിനൊക്കെ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളിലൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഇത്രയാണ് എക്സസൈസ് 4.2ലുള്ള 4 ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ.
And thank you for watching this video. See you soon. Bye bye.